വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ദ കപ്പിൾ ഹൂ റീഡ്സ്. അങ്ങനെ ദീപ്തി വാക്ക് പാലിച്ചു, ഞാൻ ദീപ്തിയുടെ വാക്ക് പാലിച്ചു. ചെറിയൊരു ഷോർട്ട് സ്റ്റോറി വായിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. റഫ്ലി ഓഡിയോ ബുക്ക് ഒരു 10 minutes ലെസ് ദാൻ 10 minutes അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇമ്പാക്റ്റ് വന്നിട്ട് ഒരു നോവൽ വായിച്ചതിനേക്കാളും കൂടുതലായിരുന്നു. ആൻഡ് അങ്ങനെ ഒരു 10 minute കൊണ്ട് നമ്മൾ അത്ര ഇമ്പാക്റ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ അത് ഒന്നെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഹൊറർ ആയിരിക്കണം. ആൻഡ് ദിസ് ടൈം ഇറ്റ് ഈസ് ഹൊറർ. അപ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ദ ബുക്ക് പറഞ്ഞോളൂ. ഡീറ്റെയിൽസ് ഓഫ് ദ ബുക്കിന്റെ പേര് ദ ടെൽ ടെയിൽ ഹാർട്ട്, എഡ്ഗർ അലൻ പോ. എനിക്കൊന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഇത് കുറേ കാലമായിട്ട് എൻ്റെ TBRൽ കിടന്നൊരു ബുക്കാണ്. പെൻഗ്വിൻ ബ്ലാക്ക് ക്ലാസിക്സ് ചെറുതിൽ അത് അവൈലബിൾ ആയിട്ടുണ്ട് ആമസോണിലൊക്കെ. അപ്പോൾ ഒരുപാട് ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. മറ്റേ ആ ബുക്കിൽ പെൻഗ്വിൻ ബ്ലാക്ക് ക്ലാസിക്സിൽ എനിക്ക് തോന്നുന്നു അതും പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉള്ളൂ എന്ന് തോന്നുന്നു. ഒരു കുഞ്ഞു ബുക്കില്ലേ, നമ്മുടെ വൈറ്റ് നൈറ്റ്സ് പോലത്തെ കുഞ്ഞു ബുക്ക്. അതിൽ ഞാൻ ഓഡിയോ ബുക്കാണ് കേട്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് ദ ടെൽ ടെൽ സ്റ്റോറീസ് എന്നുള്ളൊരു രീതിയിലായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. 10 minute ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി കഥയിലോട്ട് നമുക്ക് പോകാം. ഡീറ്റെയിൽസ് ഓഫ് ദ ബുക്ക്. അതിൻ്റെ ഇയർ ഓഫ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത് 1843 ആണ്. ഫസ്റ്റ് ദ പയനിയർ എന്ന് പറഞ്ഞ മാഗസീനിലാണ് ഇത് ആദ്യം പബ്ലിഷ് ചെയ്തത്. അത്രേ ഉള്ളൂ. എത്രാമത്തെ ജനറേഷൻ ആയിരിക്കും ആ കഥ കേൾക്കുന്നത്? നമ്മള് മറ്റേ വൈറ്റ് നൈറ്റ്സും 1800s അല്ല. ഇപ്പോഴും റെലവെന്റ് ആയിട്ടുള്ള ഇപ്പൊ കേട്ടാലും അതേ ഫീൽ കിട്ടുന്ന. എന്റെ ഹൈലൈറ്റ് പറയാം, ഇനി നമുക്ക് ഫീൽ ചെയ്യുന്നതല്ല നമ്മളെടുത്ത്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് നറേറ്റ് ചെയ്യുന്ന ആൾ അതിലെ കൊലയാളിയാണ്. ഓ അങ്ങനെ. ഞാൻ ഓഡിയോ ബുക്ക് നറേറ്റ് ചെയ്ത നറേറ്റർ. അത് ഇനി ബുക്ക് വായിക്കുന്നവര് കേട്ടാ അല്ല, അത് കുഴപ്പമില്ലല്ലേ? ബുക്കിന്റെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. അതെ, അല്ല അത് മനസ്സിലാവും, ആദ്യമേ മനസ്സിലാവും. ആ ക്യാരക്ടർ എന്ന് പറയുന്നത് മർഡർ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരാളുടെ സാനിറ്റി ഇൻസാനിറ്റി അതിനെ കുറിച്ചിട്ടുള്ള. അതെ, തുടക്കം മാഡ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും നമ്മളോട് ചോദിക്കുമല്ലേ. സോ ഇമാജിൻ രോമാഞ്ചം നല്ല രീതിയിൽ. അതെ, ഇമാജിൻ എ മർഡറർ നറേറ്റിംഗ് ഹിസ് വേർഷൻ ഓഫ് ദ സ്റ്റോറി. അപ്പോൾ വൈ ഹി കിൽഡ് എ മാൻ, അല്ലെങ്കിൽ അത് ദാറ്റ് വാസ് ന്യൂ ടു മീ. അതിൻ്റെ പല വേർഷൻസ് പല രീതികളും വന്നെങ്കിലും നൗ ഐ ഗെറ്റ് ടു നോ ദാറ്റ് ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വന്നു തുടങ്ങിയത്. വില്ലൻ പറയുന്നതിനെ കുറിച്ചുള്ള ആ ഒരു ഇമ്പോർട്ടൻസ്, വില്ലന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. ജോക്കർ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ പിന്നെ വില്ലന്റെ സൈക്കോളജി, അതെ, അതിന് ഇമ്പോർട്ടൻസ് ഇപ്പോഴാണെങ്കിലും. ഇമാജിൻ ദിസ് ഗായ് റോട്ട് 1843 ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് എ മർഡറർ, ആൻഡ് ദാറ്റ് വാസ് ഒരു ഹ്യൂജ്. ആൻഡ് അഗെയിൻ ഓഡിയോ ബുക്കിൽ ഭയങ്കര നരേഷനായിരുന്നു, ഭയങ്കര ഫീലായിരുന്നു. കഥയൊക്കെ ഇങ്ങനെ സ്ലോ ആയിട്ട് തുറക്കുന്ന ഒച്ച, പുള്ളിയുടെ വോയിസ് മോഡുലേഷൻസ്. പിന്നെ രോമാഞ്ചം കൊണ്ട് കാണുന്നുണ്ടോ? ഓ, ശരീരം മൊത്തം രോമാഞ്ചം. അപ്പോൾ ഇതിനപ്പുറം ശരിക്കും റിവ്യൂ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഇത്രയും കേട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ജസ്റ്റ് 10 minutes ഓഫ് യുവർ ലൈഫ് സ്പെയർ ഇറ്റ് ഫോർ ദിസ് എക്സ്പീരിയൻസ്. ആൻഡ് എനിക്കൊന്ന് നമ്മൾ ഇനി എഡ്ഗർ അലൻ പോയുടെ ബുക്സ് ഇനിയും വായിക്കും. ഉറപ്പായിട്ടും നോ വണ്ടർ. ആൻഡ് എനിക്കൊന്ന് ഇതാണെന്ന് ഏറ്റവും പുള്ളിയുടെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട്. ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട്, അതാണ് ഞാനിത് എൻ്റെ TBRൽ എടുത്ത് ഇട്ടിരുന്നത്. അപ്പോൾ കുറേ കാലമായി വായിക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മർഡർ നറേറ്റ് ചെയ്യുന്ന ആ സൈക്കോളജി എനിക്ക് ലീവ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലായിട്ട് തോന്നി. ഞാൻ അബൌട്ട് യു ഒരു പെർട്ടിക്കുലർ സാധനം കണ്ടുവച്ച് വെച്ചിട്ടുണ്ടല്ലോ. എനിക്കത് അതിൻ്റെ ഈ നറേറ്ററും ഒരാളെ കൊല്ലുന്നതായിട്ടാണല്ലോ. അപ്പോൾ ഈ നറേറ്ററും അയാളുമായിട്ടുള്ള ബന്ധം എന്തെന്നാണ് ഇതിനകത്ത് പറയുന്നില്ല, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടേ ഇല്ല. നമ്മുടെ ഇമാജിനേഷന് ഭയങ്കരമായിട്ട് വിട്ടു തന്നേക്കുവാണ്. അത് എന്താ, പിന്നെ ഈ നറേറ്റർ എവിടെ ഇരുന്ന് ആരെടുത്താണ് ഇത് സംസാരിക്കുന്നതെന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഒരു പ്രിസണിലിരുന്നായിരിക്കും സംസാരിക്കുന്നത്.
അല്ലെങ്കിൽ ഒരു മറ്റേ മെന്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരുന്നായിരിക്കും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോർട്ട് റൂമിൽ ഇരുന്നായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നത്. ഇതൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഇതെനിക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ ഞങ്ങളൊരു അഡാപ്റ്റേഷൻ കണ്ടു, നല്ലൊരു അഡാപ്റ്റേഷൻ ആയിരുന്നു. അതിനകത്തൊരു ബട്ട്ലർ ഒരു മാസ്റ്റർ അങ്ങനത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പൊ അത് ഓരോരുത്തരുടെ വേർഷൻ അങ്ങനെ എന്തുകൊണ്ടുവരും. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഇറ്റ് ക്യാൻ ബി ഒരു ഓൾഡ് മാൻ ആണ്, ഇറ്റ് ക്യാൻ ബി ഒരു ഗ്രാൻഡ് സൺ ആകാം, അങ്ങനെ ഫാദർ ആൻഡ് സൺ ആകാം, അങ്ങനെ പല കോൺസെപ്റ്റ്. ആൻഡ് ദ റീസൺ വൈ ഹി ഈസ് കില്ലിങ് എ മാൻ എന്നുള്ളത് അത് പറയണ്ട ഇല്ല, അത് ശരിക്കും ഒരു മർഡർ എങ്ങനെയൊക്കെ ചിന്തിക്കാം, ഏത് എക്സ്ട്രീം വരെയൊക്കെ അതിനെ ചിന്തിക്കാം, അത് ജസ്റ്റിഫൈയും ഒരു പരിധി വരെ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഇൻസാനിറ്റി എന്ന് പറയുന്നത് എന്താന്ന് നമുക്ക് മനസ്സിലാവും. ആൻഡ് അഗെയിൻ insanity doesn't mean that you have to be full out of control അല്ലെങ്കിൽ ഔട്ട് ഓഫ് മൈൻഡ് എന്നുള്ളതല്ല എന്നെനിക്ക് ഇതിന് മനസ്സിലായി. കാരണം നറേറ്റർ ഈസ് സോ കൂൾ വൈൽ നറേറ്റിംഗ് ദിസ്. അല്ലാതെ പുള്ളി ഒരു മറ്റേ ഷൗട്ട് ചെയ്തും അങ്ങനെ ഇങ്ങനെ ഒന്നുമല്ല. ബാക്കിയുള്ളവർക്കും പുള്ളി ഭയങ്കര നല്ല ഒരു ബിഹേവിയർ പുള്ളി കാണിക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ ടു ദ പേഴ്സൺ ദാറ്റ് ഹി വാസ് കില്ലിംഗ് ഹി വാസ് നൈസ് ടു ഹിം ടിൽ ദാറ്റ് മൊമെന്റ്. അപ്പോൾ അതിൽ ഒരു പെർട്ടിക്കുലർ ഒരു കാര്യമാണ് പുള്ളിക്കാരന് പറ്റാത്ത. അപ്പോൾ ആ ഒരു കണ്ടീഷനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഹിസ് പ്രോബ്ലം ഇസ്. അതപ്പോൾ പുള്ളി പറയുന്നുണ്ട്, the person that he was about to kill, he was kind to him. There is no reason for him to kill. I love the man എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു മർഡർ. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഐ സ്റ്റിൽ ബിലീവ്, ഒക്കെ പലയിടത്തും കേട്ടിട്ടുണ്ട്, ഒരാളെ കൊല ചെയ്യും എന്ന് പറഞ്ഞാൽ തന്നെ that means that person is having some condition. അല്ലാതെ അത് പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതെനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ശരിക്കും റിലവൻ്റ് ആയിട്ട് തോന്നി. ഈസ് നോട്ട് എന്താ പറയുക ഒരു പ്രോപ്പർ കണ്ടീഷനിലല്ല പുള്ളി എന്നുള്ളത് വെരി എവിഡൻറ്റ്. ആൻഡ് ഇത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം വളരെ ഷോർട്ട് സ്റ്റോറി ആയതുകൊണ്ട്. പക്ഷേ ഐ സീരിയസ്ലി ബിലീവ് വാട്ട് ദീപ്തി സെഡ് ഇസ് വെരി മച്ച് ഓഫ് ട്രൂ. കാരണം ഇമാജിൻ വിത്തൗട്ട് സേയിങ് യു ക്യാൻ ഫിൽ എവറിത്തിങ് എന്നുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് സന്ദർഭങ്ങളോ ആരാന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, നരേറ്ററിന്റെ പേരില്ല, എവിടുന്ന മരിച്ച ആളുടെ പേരില്ല, എവിടുന്ന നരേറ്റ് ചെയ്യുന്നില്ല, ആരോടാ പറയുന്നില്ല. നാലാമത്തെ അപ്പൊ ഇമാജിൻ നല്ല കഥയാ ശരിക്കും. ഇതൊന്നും ഇല്ലാതെ ഒരു കഥേനെ ഇത്ര ഇമ്പാക്ട്ഫുൾ ആക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് അൺബിലീവബിൾ ഫോർ മീ. നമ്മൾ ഈ സ്റ്റോറീസിന്റെ ഫീൽഡിൽ ജീവിച്ചിട്ട് ഇതൊന്നുമില്ലാതെ, യു ഡോണ്ട് ഹാവ് ടു നെയിം എ ക്യാരക്ടർ, യു ഡോണ്ട് ഹാവ് ടു ഒരു സെറ്റിംഗ് ഒന്നും വേണ്ട ഒരു കഥ പറയാൻ എന്നുള്ളത്. ഐ റിയലി ചാലഞ്ച് എവറി റൈറ്റേഴ്സ് ഔട്ട് ദെയർ ടു റീഡ് ദിസ്. വായിച്ചിട്ടുണ്ടാവും, വായിക്കാത്തൊരു മസ്റ്റായിട്ട് വായിക്കേണ്ട ഒരു കഥയാണ്. അപ്പോൾ ഇതിപ്പോഴും പറയാനില്ലല്ലേ. അഡാപ്റ്റേഷൻ കോഡ്സ് ഒന്നും എടുത്തിട്ടില്ല, ഷോർട്ട് സ്റ്റോറിയാണ് അതിനകത്ത്. കോഡ്സ് എടുത്ത ആവശ്യമില്ല. അഡാപ്റ്റേഷൻസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. 2 എടുത്ത് വെച്ചിട്ടുണ്ട്. തുടക്കത്തിലെ 2 1953 ഒരു ആനിമേറ്റഡ് ഫിലിം ഉണ്ടെന്ന് കണ്ടു, പിന്നെ 1960 ഒരു വേർഷൻ ഉണ്ടെന്ന് കണ്ടു. ഞങ്ങൾ കണ്ടത് ഏത് വേർഷനാണെന്ന് അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. അതിന്റെ യൂട്യൂബ് ലിങ്ക് വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ പല ഷോർട്ട് ഫിലിംസിന്റെയൊക്കെ ചില പാർട്ടായിട്ടൊക്കെ ഇതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഡാപ്റ്റേഷൻ അയ്യൊരു കളികളാണ്. ഇപ്പോൾ അഗെയിൻ ഇതിന് ഇൻസ്പിറേഷൻ വന്നിട്ട് ഒരുപാട് ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ഒരിടത്ത് വായിച്ചതാണ്, അത് വാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പണ്ട് നടന്ന കാര്യമാണ്, എന്നാലും പറയാം. വായിച്ച കിട്ടിയ ഇൻഫോർമേഷനിൽ നിന്ന് റൊമാൻറ്റിക് നോവലുകൾ ഹിറ്റായിരിക്കുന്ന പോയിന്റിലാണ് ഇദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ചേഞ്ച്ഡ് എ ഫേസ്. അറ്റ് ദ സെയിം ടൈം ആ ഒരു പീക്കിലും ഈ ഒരു സാധനം പുള്ളി കൊണ്ടുവന്ന് അതിനൊരു ഹൈലൈറ്റ് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഗെയിൻ ആ ഒരു വേഴ്സറ്റാലിറ്റി, ആ ജോണർ മാറി വേറൊരു ജോണറിലോട്ട് ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ആ ഒരു ഹൊറർ ജോണറിന് തന്നെ ഒരു ഭയങ്കര ഒരു ക്യാപ്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസ് കിട്ടി എന്നും അതിൻ്റെ അകത്ത് ഒരു വായിച്ചമായ ഒരു ആർട്ടിക്കിൾ കണ്ടു. പബ്ലിഷ് ചെയ്തവർക്കും ഭയങ്കര ധൈര്യം ഉണ്ടല്ലേ, എന്ന് വെച്ചാൽ ഒരു സാധനം ഹിറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇത് വർക്ക് ആവില്ല എന്നല്ലേ വിചാരിക്കുള്ളൂ. യൂഷ്വലി അങ്ങനെയാണ്, മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ചിട്ടാണ് പബ്ലിഷിംഗ് ഹൗസസ് വർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും എല്ലാം ബേസ്ഡ് ഓൺ ദിസ് മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ചാണ് എല്ലാ ടൈമിലും സെറ്റ് ചെയ്യുന്നത്. പക്ഷേ അന്ന് ആരും കറേജ് എടുത്ത് ആൻഡ് ദാറ്റ് വാസ് ഫ്രൂട്ട്ഫുൾ ആൻഡ് ഇറ്റ് ഈസ് സ്റ്റിൽ ബിൻ പ്രൈസ്ഡ്, സ്റ്റിൽ ബിൻ റെഡ്. സോ yeah
അപ്പോൾ കീവ് ഇറ്റ് എ ട്രൈ. ഒന്നുകൂടെ നമ്മുടെ ഷോർട്ട് സ്റ്റോറിയുടെ പേരും ഓത്തറിൻ്റെ പേരും പറഞ്ഞു. ദ ടെൽ ടെയിൽ ഹാർട്ട് ബൈ എഡ്ഗർ അലൻ പോ. നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ബുക്കിന്റെ പേപ്പർ ബാക്ക് ഒക്കെ ഉണ്ട് ബുക്കിന്റെ. ഞങ്ങളെപ്പോലെ സമയമില്ലാത്ത ആൾക്കാർക്ക് മസ്റ്റ് റീഡ്, എളുപ്പമാണ്. മിനിറ്റിൽ വേണമെങ്കിൽ ഓഡിയോ ബുക്ക് കേൾക്കാം. അങ്ങനെ. സോ അഗൈൻ അപ്പോൾ ഞങ്ങൾ ടോട്ടലി അതൊരു 1 hour ഉള്ളൂ. മറ്റേ എല്ലാ സ്റ്റോറീസും കൂടി ആയിട്ട് അത് കേൾക്കണമെങ്കിലും ടോട്ടൽ 1 hour കണ്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഫെബ്രുവരിയിൽ അടുത്ത വീഡിയോ ആയിട്ട് വരും. ശരിക്കും വേണ്ട. ഓക്കെ. സോ എന്താണ് കേട്ടതെന്ന് അറിയാവോ? അതെ, ഇന്ന് രാവിലെ ഇന്ന് 29th ആണ്. നാളെ വീഡിയോ അപ്ലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് 31st അപ്ലോഡ് ചെയ്യും. കാല് പിടിച്ച് പുറകെ എന്നിട്ട് അവസാനം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ കൂടെ 10 minutes ഒന്ന് കേട്ടതിനാണ്. അതെ, ആ ഒരു കൺഫെഷൻ. എന്നിട്ടാണ് ഫെബ്രുവരിയിൽ അടുത്തത് കണ്ട് വരാൻ ധൈര്യമായിട്ട് പറയുന്നത്. ഇത് വളരെ ജെനുവിനായിട്ട് നിങ്ങൾ കേൾക്കണം. കാരണം എൻ്റെ അതേ അവസ്ഥ അനുഭവിക്കുന്നവരുണ്ടാവും. നമുക്ക് വായിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഷെഡ്യൂൾസ് ആണ് അത് അനുവദിക്കാത്തത്. പക്ഷേ എത്തൊക്കെ പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് തന്നെയാണ് എന്നുള്ളത് ഒത്തിരി സക്സസ്ഫുൾ ആയിട്ടുള്ള തിരക്കുള്ള ആൾക്കാർ പ്രൂവ് ചെയ്തു. 10 minutes ചെയ്ത പോലെ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ 10 minutes ഓഡിയോ ബുക്ക് കേട്ടാൽ പോരെ? അതെ, ഒരു ബുക്ക് തീർന്നാണ്, ഒരു വലിയ നോവൽ തീരാവുന്നതേ ഉള്ളൂ. സോ ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് കമ്മിറ്റ്മെന്റ് ടു. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് മന്തിൽ അത്യാവശ്യം വലിയൊരു നോവൽ എടുത്തോണ്ട് നമ്മൾ വന്നിരിക്കും. തീർത്തി 3-4 തവണ വായിച്ച് തീരുന്നൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് കപ്പിൾ ഹൂ റീഡ്സ് എന്ന് പേരിട്ടോ ഇല്ലായിരുന്നെങ്കിൽ ദീപ്തിയുടെ ഒരുപാട് വീഡിയോസ് ദീപ്തി വായിച്ചതിനെ കുറിച്ചൊക്കെ വന്നത്. സോ എനിവേ, താങ്ക് യു. We hope that you are enjoying still the couple who reads. So until next time, bye-bye.